കേരളം ജയിക്കും, UDF നയിക്കും. പശ്ചിമേഷ്യയിൽ US ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിന്റെ പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. ഇറാൻ സൈന്യം US സൈന്യത്തിന് നേരിട്ടുള്ള സന്ദേശവുമായി ഒരു പ്രചാരണ വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ്. കൂടുതൽ അടുത്തുവരൂ, ഞങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പാണ് ഇറാൻ സൈന്യം US സൈനികരോട് നൽകുന്നത്. ഈ 59 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ഇറാൻ പ്രസ് TV വഴിയാണ് പ്രകാശനം ചെയ്തത്. വീഡിയോയിൽ ഇറാൻ സൈന്യത്തിന്റെ ഭൂതലാക്രമണ പരിശീലന ദൃശ്യങ്ങൾ, രാജ്യത്തിന്റെ സൈനിക ശേഷി, പരുക്കൻ പർവ്വത പ്രദേശങ്ങളിലെ അഭ്യാസങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേർഷ്യൻ, ഇംഗ്ലീഷ്, ഹിബ്രു, അറബി ഭാഷകളിൽ ടൈറ്റിലുകളും ഉപയോഗിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പ്രേക്ഷകരിലേക്ക് സന്ദേശമെത്തിക്കാനാണ് ഇറാന്റെ ശ്രമം. അമേരിക്കൻ സൈനികരെ നേരിട്ട് തോൽപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന ആത്മവിശ്വാസം ഈ വീഡിയോയിൽ വ്യക്തമാണ്. ഇറാൻ സൈന്യം വർഷങ്ങളായി അസിമെട്രിക് യുദ്ധതന്ത്രങ്ങൾ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ വീഡിയോ എന്ന് സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഹലീബാഫ് പറഞ്ഞത്, അമേരിക്കൻ സൈനികർ ഭൂതലത്തിൽ കാലുകുത്തിയാൽ അവരെ തീയിലാക്കി ശിക്ഷിക്കാൻ ഞങ്ങളുടെ സൈനികർ കാത്തിരിക്കുകയാണ് എന്നാണ്. അവരുടെ പ്രാദേശിക സഖ്യകക്ഷികളെയും ശാശ്വതമായി തന്നെ ശിക്ഷിക്കും. ഈ വീഡിയോ പുറത്തു വന്നത് US തങ്ങളുടെ മിഡിൽ ഈസ്റ്റ് സൈനിക സാന്നിധ്യം വലുതായി വർദ്ധിപ്പിക്കുന്നതിനിടെയാണ്. പശ്ചിമേഷ്യയിൽ കൂടുതൽ സൈനികരെ വിന്യസിക്കുമെന്നാണ് തിങ്കളാഴ്ച വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയത്. 82ാം എയർബോൺ ഡിവിഷനിൽ നിന്ന് 3000 മുതൽ 4000 വരെ സൈനികരെ അടുത്ത ദിവസങ്ങളിൽ അയക്കാൻ പെന്റഗൺ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് 2500 മറൈൻസ് ഉൾപ്പെടെയുള്ള അംഫിബിയൻസ് അസോൾട്ട് ഷിപ്പുകളും USS ബോക്സർ, ട്രിപ്പോളി തുടങ്ങിയ കപ്പലുകളും പ്രദേശത്തെത്തിയിരുന്നു. വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലിവിറ്റ് പറഞ്ഞത്, പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പരമാവധി ഓപ്ഷനുകൾ ലഭ്യമാക്കാനാണ് ഈ വിന്യാസം എന്നാണ്. പൂർണ്ണമായ ഭൂതലാക്രമണം ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെങ്കിലും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറന്നു കൊടുക്കാത്ത പക്ഷം US ഗ്രൗണ്ട് ഓപ്പറേഷനുകൾക്ക് തയ്യാറെടുക്കുകയാണെന്ന സൂചനയാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. US പ്രസിഡന്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വളരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിലെ എണ്ണ ഞങ്ങൾക്ക് വേണമെന്നും ഗാർഗ് ദ്വീപ് പിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഓപ്ഷനുകൾ ഉണ്ട് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഗാർഗ് ദ്വീപ് ഇറാന്റെ പ്രധാന എണ്ണ എക്സ്പോർട്ട് ഹബ്ബാണ്. രാജ്യത്തിന്റെ 90%-ലധികം ക്രൂഡ് ഓയിൽ ഈ ദ്വീപ് വഴിയാണ് ലോകത്തിലേക്ക് കയറ്റി അയക്കുന്നത്. പേർഷ്യൻ ഗൾഫിലെ ഈ തന്ത്രപ്രധാന ദ്വീപ് പിടിച്ചെടുത്താൽ ഇറാന്റെ എണ്ണ വരുമാനം തടയാനും സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് നിയന്ത്രിക്കാനും US-ന് സാധിക്കും. ഞങ്ങൾ ഗാർഗ് ദ്വീപ് എടുക്കുകയോ ഇല്ലയോ, പക്ഷേ ഓപ്ഷനുകൾ ധാരാളമുണ്ട് എന്നാണ് ട്രംപ് പറഞ്ഞത്. ഡീൽ ഉടൻ ഉണ്ടാകാത്ത പക്ഷം ഇറാനിലെ വൈദ്യുതി പ്ലാന്റുകൾ, ഓയിൽ വെല്ലുകൾ, ഡീസലിനേഷൻ പ്ലാന്റുകൾ വരെ തകർക്കുമെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ സംഘർഷം ഇത്രയും രൂക്ഷമായത്? 2026 ജനുവരി മുതൽ US മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ സൈനിക ബിൽഡപ്പാണ് നടത്തുന്നത്. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാം, 2025-26 ഇറാൻ പ്രതിഷേധങ്ങൾ, സർക്കാരിന്റെ ക്രാക്ക് ഡൗൺ എന്നിവയാണ് US കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേലുമായുള്ള സംഘർഷവും ഇതിനൊപ്പം ചേർന്നു. ഇറാൻ ഹോർമുസ് സ്ട്രെയിറ്റ് തടഞ്ഞാൽ ലോക എണ്ണ വിതരണത്തിൽ വലിയ മാന്ദ്യമുണ്ടാകും. US ഇപ്പോൾ എയർ, നേവൽ, മിസൈൽ ഡിഫൻസ് അസറ്റുകൾക്കൊപ്പം ഗ്രൗണ്ട് ട്രൂപ്പുകളും വിന്യസിക്കുകയാണ്. ഇറാൻ അതിന് മറുപടിയായി അസിമെട്രിക് യുദ്ധം, ഗറില്ല ടാക്ടിക്സ്, മിസൈൽ ആക്രമണങ്ങൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുന്നു. ഇറാൻ സൈന്യത്തിന്റെ ഈ വീഡിയോ ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, ആത്മവിശ്വാസത്തിന്റെ പ്രകടനം കൂടിയാണ്. US ഭൂതലാക്രമണം നടത്തിയാൽ അത് വലിയ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്നും അടിവേരറുക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഡിപ്ലോമാറ്റിക് ടോക്കുകൾ നടക്കുന്നുണ്ടെന്ന് ട്രംപ് അവകാശപ്പെടുമ്പോഴും സൈനിക നീക്കങ്ങൾ തുടരുകയാണ്. ലോകം ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ സംഘർഷം ഡീലിലൂടെ അവസാനിക്കുമോ അതോ വലിയ യുദ്ധത്തിലേക്ക് വഴുതി വീഴുമോ എന്നാണ്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതാണ് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇത് സ്ത്രീകൾക്കുള്ള UDFന്റെ ആദരവാണ്. സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര, ഇത് UDFന്റെ ഇന്ദിരാ ഗ്യാരണ്ടി. ഇനി ജനങ്ങൾ ജയിക്കട്ടെ. കേരളം ജയിക്കും, UDF നയിക്കും.